അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ കേരള സിലബസ് 9ാം ക്ലാസ്സിലെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. ആദ്യം നമുക്ക് ഈ സാധനം എന്താണെന്ന് മനസ്സിലായിരിക്കണം. എന്താണ് ഏരിയ, എന്താണ് പരപ്പളവ് എന്ന് മനസ്സിലാക്കണം. എല്ലാ ഫിഗറുകൾക്കും ഏരിയ ഉണ്ട് അല്ലെങ്കിൽ പരപ്പളവുണ്ട്. എല്ലാത്തിനും ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ പഠിക്കുന്ന ഒട്ടുമിക്ക ഫിഗറുകൾക്ക് എല്ലാത്തിനും ഏരിയ ഉണ്ട് അല്ലെങ്കിൽ പരപ്പളവുകളുണ്ട്. എന്താണ് ഏരിയ അല്ലെങ്കിൽ എന്താണ് പരപ്പളവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നിങ്ങളൊരു സ്ഥലം മേടിച്ചു. അപ്പോൾ ആ സ്ഥലം കിടക്കുന്നത് ഇങ്ങനെയാണ്. സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് വേലി കെട്ടിത്തിരിക്കും അല്ലേ? ഈ സ്ഥലം നമ്മൾ വേലി അല്ലെങ്കിൽ മതിൽ കെട്ടിത്തിരിക്കും. നാളെ ഇനി അപ്പുറത്തെ വീട്ടുകാരുമായിട്ട് പ്രശ്നം ഉണ്ടാകണ്ടല്ലോ എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യും? ആ മേടിച്ച സ്ഥലം മതിൽ കെട്ടിത്തിരിക്കും. അപ്പോൾ നമുക്ക് എന്തോരം സ്ഥലം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തോരം സ്ഥലമുണ്ട്? ഈ മതിലിൻ്റെ അകത്തുള്ള സ്ഥലം മുഴുവൻ നമ്മുടെയാണ്. അപ്പോൾ നമ്മൾക്ക് എന്തോരം സ്ഥലം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഈ മതിലിൻ്റെ അകത്തുള്ള സ്ഥലം മുഴുവൻ നമ്മളാണ്. ഈ മതിലിൻ്റെ അകത്തുള്ള ഈ സ്ഥലത്തിനെയാണ് നമുക്ക് സ്വന്തമായിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള സ്ഥലത്തിൻ്റെ പരപ്പളവ് എന്ന് പറയും. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കുവാണ്. ഈ ഫിഗർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ്? സർക്കിൾ. ഈ സർക്കിളിൻ്റെ ഏരിയ എന്താണ് അല്ലെങ്കിൽ സർക്കിളിൻ്റെ പരപ്പളവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സർക്കിളിൻ്റെ അകത്തുള്ള ഈ സ്ഥലമില്ലേ, ഈ സ്ഥലം ആണ് എന്ത്? സർക്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ സർക്കിളിൻ്റെ പരപ്പളവ്. ഇതിൻ്റെ അകത്ത് വരുന്ന സ്ഥലം കംപ്ലീറ്റ്. ഇനി ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്താണിത്? ഇത് റെക്റ്റാങ്കിൾ ആണ്, ഇത് ചതുരമാണ് അല്ലേ? ഈ ചതുരത്തിൻ്റെ അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന സ്ഥലം, ഇതിൻ്റെ അകത്ത് എന്തോരം സ്ഥലം വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്തോരം റീജിയൻ വരുന്നുണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത്. ഇനി വേറൊരു ഫിഗർ കൂടി പറയാം. എന്തായാലും എല്ലാം പറഞ്ഞു അല്ലേ? ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്താണ്? ട്രയാങ്കിൾ, ത്രികോണം. അപ്പോൾ ത്രികോണത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ അകത്ത് എന്തോരം സ്ഥലമുണ്ടോ അതാണ് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ പരപ്പളവ്. മനസ്സിലായല്ലോ? ഇത്ര ഉള്ളന്നേ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ മനസ്സിലായി, റെക്റ്റാങ്കിളിൻ്റെ അല്ലെങ്കിൽ ചതുരത്തിൻ്റെ ഏരിയ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടന്നേക്കാം. വലിയ പാടൊന്നുമില്ല, ഭയങ്കര എളുപ്പമാണ്. ഇത് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോളാം. നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഇതെന്ത് സാധനമാണ്? ഇതൊരു റെക്റ്റാങ്കിൾ ആണ് അല്ലെങ്കിൽ ചതുരമാണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ റെക്റ്റാങ്കിളിൻ്റെ വലിയ വശത്തിനെ നമ്മൾ പറയുന്ന പേര് ലെങ്ത് അല്ലെങ്കിൽ നീളമെന്നാണ് അല്ലേ? ചെറിയ വശത്തിനെ നമ്മൾ എന്ത് പേര് പറയും? ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതി എന്നാണ്. കേട്ടല്ലോ? ഇനി ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ലെങ്ത്തും ഈ ഒരു ബ്രെഡ്ത്തും കൂടി എടുത്ത് ഗുണിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതല്ല നമുക്ക് വേണ്ടത്. ഇത് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ. ഇപ്പോൾ ഇതൊരു 10 സെൻറ്റിമീറ്ററും ഇതൊരു 5 സെൻറ്റിമീറ്ററും ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ എത്ര വരും? 10 × 5 എത്രയാണ്? 50 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. കേട്ടല്ലോ? അതായത് 1 സെൻറ്റിമീറ്ററും കൂടി ഗുണിക്കുമ്പോൾ 2 സെൻറ്റിമീറ്ററുകൾ, അതായത് സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ വരും എന്ന് മാത്രം. എന്തെങ്കിലും ആട്ടെ, 50 വരും. ഇതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്. ശ്രദ്ധിച്ചിരിക്കണം. ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഇനി ത്രികോണത്തിൻ്റെ അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 2 സാധനങ്ങൾ വേണം. ഒന്ന് ഇവിടെ എഴുതാൻ ശ്രദ്ധിച്ചിരുന്നോളാം. ഒന്ന് ബേസ് അല്ലെങ്കിൽ പാദം. ആദ്യം വേണ്ടത് എന്താണ്? ബേസ് അല്ലെങ്കിൽ പാദം. അതായത് ട്രയാങ്കിൾ എവിടെ കുത്തിയാണോ നിൽക്കുന്നത്
അതാണ് അതിന്റെ ബേസ് അല്ലെങ്കിൽ പാദം. ഈ ട്രയാങ്കിൾ എവിടെ ടച്ച് ചെയ്താ നിൽക്കുന്നത്? ഈ സൈഡിലല്ലേ ടച്ച് ചെയ്ത് നിൽക്കുന്നത്. അതായത് ഈ സൈഡിൽ ഇങ്ങനെ കുത്തിയല്ലേ നിൽക്കുന്നത്, ഇവിടെയല്ലേ ടച്ച് ചെയ്തിരിക്കുന്നത്, ഇവിടെ നിന്നല്ലേ മേളിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ എവിടെ കുത്തിയാണോ നിൽക്കുന്നത് ആ സ്ഥലത്തിനെയാണ് നമ്മൾ ബേസ് അല്ലെങ്കിൽ പാദം എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ബി എന്ന് വിളിക്കാം. അപ്പോൾ ഏതാണ് ഇവിടെ ബി? ഇതാണ് ബി അല്ലേ. ഇനി ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് വേണം. എന്താണ്? ഹൈറ്റ് വേണം അല്ലെങ്കിൽ ഉയരം വേണം. അതിനെ നമുക്ക് എച്ച് എന്ന് വിളിക്കാം. ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം എത്രയാണ്? ഇതല്ലേ ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം. അപ്പൊ ഈ അളവ് അല്ലെങ്കിൽ ഈ നീളം നമുക്ക് വേണം. ഇത് ഞാൻ വെറുതെ ഇങ്ങോട്ട് വല്ലയിടത്തോട്ടും വരച്ചാൽ മതിയാ? ഇല്ല, നമുക്ക് കൃത്യം നേരെ വേണം. അതായത് ഈ നമ്മൾ എവിടെയാണോ ബേസ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പാദം എടുത്തിരിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണോ അവിടുന്ന് താഴേക്കുള്ള പെർപെൻഡിക്കുലർ ഹൈറ്റ് കൃത്യം നേരെ ആയിരിക്കണം. ഞാൻ ഒരു വരി ഇങ്ങോട്ട് ചരിച്ച് വരച്ചാൽ അത് അതിന്റെ ഹൈറ്റ് ആവുമോ? ഇല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് കൃത്യം നേരെ വരയ്ക്കുന്ന വരയാണ് ഹൈറ്റ്. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് സാധനങ്ങൾ വേണം. എന്തൊക്കെയാണ്? ബേസ് അല്ലെങ്കിൽ പാദം, താഴെ വരുന്ന സൈഡ്. പിന്നെ എന്താ വേണ്ടത്? അതിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ, അപ്പോൾ ബിയും എച്ചും ഉണ്ടെങ്കിൽ നമുക്ക് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇത്രേ ഉള്ളൂ ഇക്വേഷൻ ഹാഫ് ബി എച്ച്. എന്താണ്? ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ബി എച്ച്. കാണാതെ പഠിച്ചോളണം. എന്താണ്? ഹാഫ് ബി എച്ച്. അപ്പോൾ ദേ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ വരച്ച അലമ്പാക്കാനില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതെന്ന് ഒന്ന് ചെയ്തേക്കാം. ഈ ഇക്വേഷൻ അപ്പോൾ കാണാതെ പഠിക്കണം. എന്താണ് ഇക്വേഷൻ? ഏരിയ പരപ്പളവ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ബി എന്താണ്? ബേസ് അല്ലെങ്കിൽ പാദം, താഴെ വരുന്ന സ്ഥലം. എച്ച് എന്താണ്? ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം, ട്രയാങ്കിളിന്റെ ഹൈറ്റ്. ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു ചോദ്യം നോക്കാം. വേഗം ശ്രദ്ധിച്ചു. അപ്പൊ ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ട്രയാങ്കിളിന്റെ പേരെന്താണ്? ABC. ഇതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്താണ്? പറഞ്ഞേ. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ബി, ഹാഫ് അല്ലേ, എന്താണ്? ഹാഫ് ബി എച്ച്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പാദം അല്ലെങ്കിൽ താഴെ വരുന്ന സൈഡ് അല്ലെങ്കിൽ എവിടെയാണോ കുത്തി നിൽക്കുന്നത് അതാണ് ബേസ്. എന്താണ്? 10 അല്ലേ. എച്ച് എന്താണ്? ഈ മേളിലേക്കുള്ള കൃത്യം ഹൈറ്റ്. എത്രയാണ് എച്ച് ഇവിടെ? 4. അപ്പൊ ഇതിന്റെ ഏരിയ എത്ര വരും? പറഞ്ഞേ. ഹാഫ് ഇൻറ്റു ബി എത്രയാണ്? ബി 10 ഇൻറ്റു എച്ച് എത്രയാണ്? 4. ഒന്നെങ്കിൽ 2ഉം 4ഉം കൂടി വെട്ടി ഇവിടെ 2 എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ 10ഉം 4ഉം കൂടി ഗുണിച്ച് 40 മേളിൽ എഴുതണം. താഴെ ഒരു 2 ഉണ്ട്. 40/2 എത്രയാണ്? 20 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും യൂണിറ്റ് എഴുതിക്കൊള്ളണം. ഏരിയ എപ്പോഴും സെന്റിമീറ്റർ സ്ക്വയറോ മീറ്റർ സ്ക്വയറോ അല്ലെങ്കിൽ എന്താണ് മില്ലിമീറ്റർ സ്ക്വയറോ കിലോമീറ്റർ സ്ക്വയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതായത് നമ്മളിവിടെ 2 അളവുകളാണ് ഗുണിക്കുന്നത്. ലെങ്ത്തിന്റെ 2 സാധനങ്ങൾ എടുത്ത് ഗുണിക്കുവാണ്. അപ്പോൾ ഉത്തരം സെന്റിമീറ്ററിൽ 2 എണ്ണം ഉണ്ടാവും. അതാണ് സെന്റിമീറ്റർ സ്ക്വയർ. ഇപ്പൊ മീറ്റർ ആണെങ്കിൽ മീറ്ററിൽ 2 എണ്ണം ഉണ്ടാവും, മീറ്റർ സ്ക്വയർ. അതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇപ്പൊ ഞാനൊരു ട്രയാങ്കിൾ ഇവിടെ വരച്ചു. ഈ ട്രയാങ്കിളിന്റെ ബേസ് ഏതാണ്? ഈ താഴെ വന്നിട്ടുള്ള ഈ ഭാഗമാണ്. ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഏതാണ്? ഈ ബേസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ ഇതാണ് എന്ത്? ഹൈറ്റ്. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവിടെ ശ്രദ്ധിച്ചേ, ഞാനൊരു ട്രയാങ്കിൾ ഇത് ഇങ്ങനെ വരച്ചെന്ന് വിചാരിച്ചു. ഇതും ഒരു ട്രയാങ്കിൾ അല്ലേ? ഈ ട്രയാങ്കിളിന്റെ ബേസ് ഏതാണ്? ഇതല്ലേ? ഇതാണ് ബി. ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഏതാണ്? ഇങ്ങോട്ടാണോ വരയ്ക്കേണ്ടത്? അല്ല, ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് നമ്മൾ നോക്കണത് എന്താണ്? ഇതല്ലേ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ്? നോക്കിയത് ഇതല്ലേ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ്? ഏകദേശം ഇത്ര അല്ലേ? അപ്പൊ ഹൈറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് മൂലയിലേക്ക് നിന്ന് കൃത്യം താഴത്തേക്ക് വരയ്ക്കുന്ന വരെയാണ്. അതുപോലെ ഹൈറ്റ് ഇതാണ് ഈ ട്രയാങ്കിളിന്റെ. അതായത് നമ്മൾ ഇങ്ങോട്ട് വരച്ചാൽ ഇതാണ് എന്ത്? ഹൈറ്റ്. ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ബി എച്ച്. അത് മാത്രം പഠിച്ചിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ആകെ 3 കാര്യം ഇതിൻ്റെ അടുത്ത് പഠിക്കാനുള്ളത്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചിരിക്കണം. ശ്രദ്ധിച്ചിരിക്കണേ, ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ശ്രദ്ധിച്ചിരിക്കണം. വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ എടുക്കും. ഈ
ഈ ട്രയാങ്കിള് നേരത്തെ പറഞ്ഞ പോലെ ഇതിന് പേര് കൊടുക്കാം എ ബി ഈ സി. ഈ എ ബി എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. അല്ലേ, സി എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് അല്ലേ. ഈ ഹൈറ്റ് ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ ചെയ്തതാണ്, 4 തന്നെ എടുത്തു. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എ ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ എത്ര വരും? നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് ബി എച്ച് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 4. അപ്പോൾ ഹാഫ് ഇൻറ്റു 40. ആൻസർ 20 വരും. എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് ചെയ്തെന്ന് മാത്രം. സെന്റിമീറ്റർ സ്ക്വയർ. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എത്ര വന്നു? 20 എന്ന് വന്നു. ഇനി ഞാൻ ഈ പാദത്തിന്റെ ഓപ്പോസിറ്റ് വെർട്ടക്സ്, പാദത്തിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന മൂല ഇതല്ലേ ബേസിന്റെ, ഇവിടെ കൂടി ഞാനൊരു പാരലൽ ലൈൻ വരയ്ക്കുവാണ്. എന്ത് വരയ്ക്കുവാണ്? ഒരു പാരലൽ ലൈൻ അല്ലെങ്കിൽ സമാന്തര രേഖ വരയ്ക്കുവാണ്. എന്താണ് ഈ പാരലൽ ലൈൻ അല്ലെങ്കിൽ സമാന്തര രേഖ എന്ന് പറഞ്ഞാൽ? 2 വരകൾ ഒരേ അകലത്തിൽ പോകുവാണെങ്കിൽ അതിനെയാണ് എന്ത് പേര് പറയുന്നത്? പാരലൽ ലൈൻസ്. നമ്മൾ ഈ റെയിൽവേ പാളമൊക്കെ പോകണം കണ്ടിട്ടില്ലേ? ഒരേ അകലത്തിലല്ലേ. അങ്ങനെ ഒരേ അകലത്തിൽ 2 വരകൾ പോവുകയാണെങ്കിൽ അതൊരിക്കലും കൂട്ടിമുട്ടത്തില്ല. ഇങ്ങനെ പോകുന്ന വരയിനെയാണ് പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വരയ്ക്കും പാരലൽ ഈ വര ഇനിയാണ് ഏറ്റവും ശ്രദ്ധിക്കാനുള്ള കാര്യം. ശ്രദ്ധിച്ചു. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ഞാനിവിടെ ഈ ബേസ് എ ബി തന്നെ ആക്കിയെടുത്തുകൊണ്ട് ഞാൻ വേറൊരു ട്രയാങ്കിള് ഇത് ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണ്. ഡി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ വേറൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഞാൻ നീല എടുത്ത് വരച്ചതാണ്, പക്ഷെ നീല ആയില്ല. എന്നാലും ശ്രദ്ധിച്ചോ, ഞാൻ വരച്ച 2ാമത്തെ ട്രയാങ്കിൾ ഇതല്ലേ, ഇതേ കുറച്ച് കട്ടിക്ക് വരയ്ക്കും. നോക്കിക്കേ, ആ ട്രയാങ്കിളിന്റെ പേരെന്താണ്? ഇപ്പൊ വരച്ച ട്രയാങ്കിളിന്റെ പേര് എ ബി ഡി അല്ലേ. ആ ട്രയാങ്കിളിന്റെ പേര് കൊടുക്കുക എ ബി ഡി. എ ബി ഡി വില്ലേഴ്സ് ഇതിലോട്ടെ. എ ബി ഡി. എ ബി ഡി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞേ. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ബി എച്ച് അല്ലെ. ഈ ട്രയാങ്കിളിന്റെ ബേസ് എത്രയാണ്? ബേസിന് മാറ്റമില്ല, നേരത്തെ പറഞ്ഞത് തന്നെയല്ലേ. ഇതല്ലേ ട്രയാങ്കിൾ, നോക്കൂ, ഇതല്ലേ ട്രയാങ്കിൾ, ഇതല്ലേ ട്രയാങ്കിൾ. ഇതിന്റെ ബേസ് എത്രയാണ്? 10 തന്നെ അല്ലേ. 10 ഇൻറ്റു ഹൈറ്റ് എന്താണ്? ഹൈറ്റ് ഞാൻ പറഞ്ഞു, ഇവിടെ നോക്കിയേ, ഇവിടുന്ന് കൃത്യം താഴത്തേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ചരിച്ച് വരച്ചായിരുന്നു. അതായത് ഇത് തന്നെയല്ലേ ഇതിന്റെ ഹൈറ്റ്. ഇത് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? 4 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഹൈറ്റ് എത്ര തന്നെയാണ് വരുന്നത്? 4. അപ്പൊ ഇതിന്റെ ഏരിയ എത്ര വരും? ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 4 40 ആണ്. 40/2 എത്ര വന്നു? 20 സെന്റിമീറ്റർ സ്ക്വയർ. അതായത് നമ്മളിപ്പോ ചെയ്തത് ആദ്യം ഒരു ട്രയാങ്കിൾ വരച്ചു, ആ ട്രയാങ്കിളിന്റെ ബേസ് അതുപോലെ തന്നെ വെച്ചുകൊണ്ട് നമ്മളൊരു വേറൊരു ട്രയാങ്കിള് കൃത്യം ഹൈറ്റിലേക്ക് തന്നെ വരച്ചു. ആ ട്രയാങ്കിളിന്റെയും ഏരിയ എന്ത് തന്നെയാണ്? തുല്യം തന്നെയാണ്. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യം ഇത്ര ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും വെറുതെ ഇതേ ഓടിച്ചു പറയാം. 2 പാരലൽ ലൈൻ ഉണ്ടെന്ന് വിചാരിച്ചു. ഞാനിവിടെ 2 പോയിന്റ് എടുത്തു, എ ബി. ഇവിടെ ഞാനൊരു ട്രയാങ്കിൾ വരച്ചു. ഈ ട്രയാങ്കിളിന് ഒരു ഏരിയ ഉണ്ടാവുമല്ലോ. ഇത് തന്നെ ആയിരിക്കും നമ്മൾ ഇത് ബേസ് ആക്കി തന്നെ വേറൊരു ട്രയാങ്കിൾ ഇങ്ങോട്ട് വരച്ച. ഇപ്പൊ ഞാൻ വരച്ച ട്രയാങ്കിൾ നോക്കിയേ, ഇതിന്റെ പ്രത്യേകത എന്താണ്? നേരത്തെ വരച്ചതിന്റെ ബേസ് തന്നെയാണ് അല്ലെ. അതിന്റെ 3ാമത്തെ മൂല എവിടെ തന്നെയാണ് മുട്ടുന്നത്? പാരലൽ ലൈനിൽ തന്നെയാണ്. അപ്പൊ ഇത് രണ്ടിന്റെയും ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഞാൻ ഇങ്ങോട്ടേക്ക് കുറച്ച് നീട്ടി വരച്ചെന്ന് വിചാരിച്ചോ, അതിന്റെയും ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി ഞാൻ വേണമെങ്കിൽ ഇപ്പുറത്തേക്ക് വരച്ചെന്ന് വിചാരിച്ചോ, ഇപ്പുറത്തേക്ക് വരച്ചു, അതിന്റെയും ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഞാനിവിടെ 1 2 3 4 ട്രയാങ്കിൾസ് വരച്ചു. ഈ 4 ട്രയാങ്കിൾസിന്റെയും ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ഈക്വൽ ആയിരിക്കും. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ തിയറം. കേട്ടല്ലോ. അപ്പൊ എന്താണ് നമുക്ക് പഠിക്കാനുള്ള തിയറം? നോക്കൂ. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള 1ാമത്തെ കാര്യം ഇത്രേ ഉള്ളൂ. ശ്രദ്ധിച്ചോ, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. വേഗം ശ്രദ്ധിച്ചേ. ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പോവുകയാണ്. ഇതാണ് ട്രയാങ്കിൾ
ഇതിനൊരു പേര് കൊടുക്കാൻ വേണമെങ്കിൽ പി ക്യു ആർ. ഇനി ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ പി ക്യുവിന് പാരലായി സമാന്തരമായി ആറിൽ കൂടി ഒരു വര വരയ്ക്കുകയാണ്. ഇനി ശ്രദ്ധിക്കണം, ഞാൻ ഈ പി ക്യു തന്നെ ബേസ് ആക്കി വെച്ചുകൊണ്ട്, പാദമാക്കി വെച്ചുകൊണ്ട് വേറൊരു ട്രയാങ്കിൾ വരയ്ക്കുവാണ്. ആ ട്രയാങ്കിൾ കൂട്ടിമുട്ടുന്നത് എവിടെ തന്നെയാണ്? ഈ പാരലൽ ലൈനിൽ തന്നെയാണ്. അതിന് വേറൊരു പേര് കൊടുക്കാം, യെസ്. അപ്പൊ ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ടായി. ഏതൊക്കെയാണ്? പി ക്യു ആർ. ഏതൊക്കെ ട്രയാങ്കിളുകളാണ് അല്ലെങ്കിൽ ത്രികോണങ്ങളാണ്? പി ക്യു ആർ. രണ്ടാമത്തെ ട്രയാങ്കിൾ ഏതാണ്? പി ക്യു എസ്. ഈ ചുവപ്പ് ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിന്റെ പേരെന്താണ്? പി ക്യു എസ്. ഇതിന് രണ്ടിനും സെയിം ഏരിയ ആയിരിക്കും, അല്ലെങ്കിൽ തുല്യ പരപ്പളവായിരിക്കും എന്നാണ് പറയുന്നത്. കേട്ടല്ലോ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ചോദ്യം വന്നാൽ അത് ഏകദേശം ഇങ്ങനെയായിരിക്കും. ശ്രദ്ധിച്ചു. എ ബി സി. ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റിയൊരു ട്രയാങ്കിൾ വരച്ചു, എ ബി എം. നിങ്ങളോട് പറയുവാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് 20 സെന്റിമീറ്റർ സ്ക്വയർ. എ ബി സിയുടെ പരപ്പളവ് 20 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി എമ്മിന്റെ പരപ്പളവ് എത്രയാണെന്ന് ചോദിക്കും. എത്രയാണ്? പറ. ദേ, രണ്ട് പാരലൽ ലൈൻസ് ആണ്, ബേസ് ഈക്വൽ ആണ്. ഒരേ ബേസ് അല്ലെങ്കിൽ ഒരേ പാദത്തിൽ വരയ്ക്കുന്ന രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഈ എ ബി എമ്മിന്റെയും ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എത്രയാണ്? 20 സെന്റിമീറ്റർ സ്ക്വയർ തന്നെയായിരിക്കും. ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. ഇനി ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാൻ കൂടിയുണ്ട്? വരയ്ക്കാനുള്ള ഒരു ചോദ്യം കൂടി വരും. ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളാം വേഗം. വരയ്ക്കാനുള്ള ചോദ്യം വരുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കൊരു ട്രയാങ്കിൾ തരും. ഈ ട്രയാങ്കിളിന്റെ പേരെന്ത് പറയാം? എ ബി സി എന്ന് പറയാം. ഈ ട്രയാങ്കിളിന്റെ അതേ ഏരിയയിലുള്ള വേറൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ ചോദിക്കും. എന്താണ്? ഈ ട്രയാങ്കിളിന്റെ അതേ ഏരിയയിലുള്ള വേറൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ ചോദിക്കും. ഇതിന്റെ അതേ ഏരിയയിലുള്ള വേറെ ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കും? ഒരു പാരലൽ ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ഇതിന്റെ അതേ ബേസ് ആക്കി വെച്ചുകൊണ്ട് വേറൊരു ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചാൽ പോരെ? ഇങ്ങനെ വരച്ചാൽ മതി. പക്ഷെ ഈ പാരലൽ ലൈനൊക്കെ നമ്മൾ വെറുതെ സ്കെയിൽ കൊണ്ട് അങ്ങോട്ട് വരച്ചാൽ പാരലായിട്ട് കിട്ടുമോ? ഇല്ല. ഇങ്ങനത്തെ കേസുകളിൽ ഒരു ട്രയാങ്കിൾ തന്നു കഴിഞ്ഞാൽ അതിന് പാരലൽ ലൈൻ വരച്ചാൽ, അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള വേറൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വരയ്ക്കും എന്നാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും ഒരു ചോദ്യം ഉണ്ടാവും. ഞാൻ ഇവിടെ വേറൊരു ട്രയാങ്കിൾ വരയ്ക്കുവാണ്, പി ക്യു ആർ. ഇതിന് പാരലായി എനിക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ അതേ ഏരിയയിലുള്ള അല്ലെങ്കിൽ പരപ്പളവിലുള്ള വേറൊരു ട്രയാങ്കിൾ വരയ്ക്കണം, വേറൊരു ത്രികോണം വരയ്ക്കണം. ആ ത്രികോണം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നാണ് പറയുന്നത്. ആ ത്രികോണം വരയ്ക്കാൻ നമുക്കിത് ഈ രണ്ട് സാധനങ്ങൾ വേണം. ഒന്നെന്താണ്? സ്കെയില്. ഒന്നെന്താണ്? സെറ്റ് സ്ക്വയർ. ഇതെല്ലാം മറ്റേതായാലും മതി, എന്തെങ്കിലും. അപ്പോൾ ഒരു സെറ്റ് സ്ക്വയറും വേണം, ഒരു സ്കെയിലും വേണം. ഇനി നമുക്ക് ആദ്യം വരയ്ക്കേണ്ടത് ഇതിന് പാരലായി ഇവിടെ കൂടി ഒരു ലൈൻ വരയ്ക്കണം, അല്ലേ? നമുക്ക് ആദ്യം വരയ്ക്കേണ്ടത് എന്താണ്? ഇതിന് പാരലായി ഇവിടെ കൂടി ഒരു ലൈൻ വരയ്ക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ശ്രദ്ധിച്ചോളണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കിയിരുന്നു. നമുക്ക് ഏത് ലൈനാണോ പാരലൽ ലൈൻ വരയ്ക്കേണ്ടത്, ഏത് രേഖയ്ക്കാണോ സമാന്തര വര വരയ്ക്കേണ്ടത്, ഇതിനല്ലേ വരയ്ക്കേണ്ടത്, ഇതിന് പാരലായിട്ടാണോ വരയ്ക്കേണ്ടത്, ആ വരയിൽ കൊണ്ടുപോയി ഈ സെറ്റ് സ്ക്വയർ കൃത്യം നേരെയാക്കി വെക്കണം. നോക്കിയേ, കൃത്യം നേരെയാക്കി. ഇനി എന്താ നോക്കേണ്ടത്? ഈ സെറ്റ് സ്ക്വയറിന്റെ ഈ അറ്റത്ത് കൃത്യം ഇതിനോട് ചേർത്ത്, കേട്ടല്ലോ, നിങ്ങൾ വരയും കുറിയൊന്നും നോക്കണ്ട, ഇതിന്റെ ബാക്കിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കൃത്യമായിട്ട് മുട്ടിച്ച് സ്കെയിൽ കൊണ്ട് നോക്കണം. ഇപ്പൊ പൊളിഞ്ഞേനും.
ഇവിടെ നോക്കും. ആദ്യം നമുക്ക് ഏത് വരയ്ക്കാണോ പാരലൈൻ വരയ്ക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് സെറ്റ് സ്ക്വയർ വെക്കുക. ഇതിൻ്റെ കൃത്യം ബാക്കിൽ കൊണ്ടുവന്ന് സ്കെയിൽ കൃത്യം ചേർത്ത് വെക്കുക. വെച്ചല്ലോ. ഇനി എന്ത് ചെയ്യുക? ഇനി ഇത് കണ്ട് ഇതിങ്ങനെ മേളിലേക്കും താഴത്തേക്കും ആക്കാനാണ്. ഇനി എന്ത് ചെയ്യുക? സ്കെയിൽ അനങ്ങരുത്. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്കെയിൽ അനങ്ങരുത്. ഈ സെറ്റ് സ്ക്വയർ മാത്രമേ അനങ്ങാവുള്ളൂ. ഇനി നമുക്ക് വേണ്ടത്, ശ്രദ്ധിക്കണം, നമുക്ക് വേണ്ടത് എവിടെ കൂടിയാണ് പാരലൽ ലൈൻ? ഇതിങ്ങനെ പൊക്കി 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 എവിടെയാണോ നമുക്ക് പാരലൽ ലൈൻ വേണ്ടത് അവിടെ കൊണ്ടുവന്ന് വെക്കുക. വെച്ചല്ലോ. ഇത്രേ ഉള്ളൂ. ഇവിടെ വെച്ചിട്ട് ദേ ഇങ്ങനെ ഒരു വര അങ്ങോട്ട് വരച്ചാൽ മതി. ദേ ശ്രദ്ധിച്ചോ, ഞാൻ കൈ എടുക്കുന്നത് കേട്ടോ, ഇല്ലെങ്കിൽ എനിക്ക് എന്തെടുക്കാൻ പറ്റില്ല കൊണ്ട്. അപ്പോൾ നമ്മൾ പൊക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ? ഇത്രേ ഉള്ളൂ. ഇനി ദേ ഇവിടെ കൂടി ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. ഇത്രേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് സ്കെയിൽ ഉപയോഗിച്ച് തന്നെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഇനി ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു ലൈൻ വരയ്ക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു ലൈൻ വരയ്ക്കുക. ഇപ്പം നിങ്ങൾക്ക് വേറൊരു ട്രയാങ്കിൾ കിട്ടി, അതിനെന്തായിരിക്കും? ഈക്വൽ ഏരിയ ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇവിടെ നോക്കി, നമ്മൾ ആദ്യം ഏത് ലൈനാണോ പാരലൽ ലൈൻ വരയ്ക്കാനുള്ളത്, ഇത് ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ പറഞ്ഞുതരാം. നമുക്ക് ഈ ട്രയാങ്കിളിന് ഈക്വലായിട്ട് വേറൊരു ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പോൾ നമുക്കിത് ഈ ലൈനിന് പാരലായിട്ട് ഇവിടെ ഒരു വര വരയ്ക്കണം. അതെങ്ങനെ വരയ്ക്കും? ഏത് ലൈനാണോ വരയ്ക്കാനുള്ളത് അതുമേ കൊണ്ടുവന്ന് സെറ്റ് സ്ക്വയർ വയ്ക്കുക. അതിൻ്റെ പുറകിൽ കൊണ്ടുവന്ന് സ്കെയിൽ വയ്ക്കുക. കൃത്യം ചേർപ്പിച്ച് സ്കെയിൽ വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ മേളിലേക്കും താഴത്തേക്കും വെക്കുക. നമുക്ക് എവിടെ കൂടിയാണോ വര വരയ്ക്കേണ്ടത് അവിടെ കൊണ്ടുപോയി ഈ സാധനം നിർത്തുക. നോക്കതേ, നമുക്ക് വര വരയ്ക്കേണ്ടത് ഇവിടെ കൂടിയല്ലേ? ഇവിടെ കൊണ്ടുപോയി നിർത്തുക. ഇത്രേ ഉള്ളൂ. ഇനി ഇതേ ഇങ്ങനെ ഒരു വര അങ്ങോട്ട് വരച്ചാൽ മതി. ഇപ്പോൾ വരച്ചത് എന്താണ്? പാരലൽ ലൈനാണ്. ഇനി അത് അങ്ങോട്ട് നീട്ടി വരച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക? ഇനി നമുക്കിത് ഈക്വലായിട്ടുള്ള ഏത് ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാലും, ചിലപ്പോൾ അവർ ഒരു പെർപെൻഡിക്കുലർ ട്രയാങ്കിളൊക്കെ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് എവിടെയാണോ വേണ്ടത് അതങ്ങോട്ട് വരയ്ക്കുക. ഇനി പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ അത് ഇങ്ങനെ അങ്ങോട്ട് വരച്ചോളൂ, കൃത്യം നേരെ. എന്നിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. ഇത്രേ ഉള്ളൂ. എളുപ്പമല്ലേ? നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇത്രേ ഉള്ളൂ. ശ്രദ്ധിച്ചു. അപ്പോൾ ശ്രദ്ധിച്ചേ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 3 cm, 4 cm ആൻഡ് 5 cm. എന്താണ് 3 cm, 4 cm ആൻഡ് 5 cm? Then draw another triangle with equal area. വശങ്ങളുടെ നീളം 3 cm, 4 cm, 5 cm ആയ ത്രികോണം വരച്ച് തുല്യ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം വരയ്ക്കുക. അതായത് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കണം. ആ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഏതൊക്കെ ആയിരിക്കണം? 5, 3, 4. നോക്കിയ 3, 4, 5 ആയിരിക്കണം. ഇതിൻ്റെ അതേ ഏരിയയിലുള്ള മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും? ഇതിന് പാരലായിട്ട് ഇവിടെ കൂടി ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇങ്ങോട്ടോ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഇതല്ലേ ചോദ്യം. അപ്പോൾ ആദ്യം നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ നീളങ്ങൾ ഏതാണ്? 3, 4, 5 അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്കെയിൽ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് 5 സെന്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കുക. എത്ര സെന്റിമീറ്റർ ആണ്? 5 സെന്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കുക. പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി എല്ലാവരും ചെയ്യുന്ന പോലെ 3 അങ്ങോട്ട് 4 ഇങ്ങോട്ട് എടുത്ത് വരച്ചാൽ ശരിയാവുമോ? ഇല്ല. പകരം എന്ത് ചെയ്യണം? നിങ്ങൾ ഇതേ കോമ്പസ് എടുക്കണം. കോമ്പസ് എടുത്തിട്ട് അടുത്ത വേണ്ടത് നമുക്കിത് ഇങ്ങോട്ട് 4 സെന്റിമീറ്ററാണ്. കോമ്പസ് എടുത്തിട്ട് 4 സെന്റിമീറ്റർ എടുക്കുക. എന്നിട്ട് ഇത് ഇവിടെ കുത്തുക. എന്നിട്ട് ഇങ്ങനെ ഒരു ആർക്ക് ഇടുക. അതായത് കോമ്പസ് എടുക്കുക, 4 സെന്റിമീറ്റർ എടുക്കുക, ഇവിടെ കുത്തുക, എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് ഇടുക. ഇങ്ങനെയാണ് 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ കുത്തി ഇങ്ങനെ ഒരു ആർക്ക് ഇടുക. ഇത്രേ ഉള്ളൂ. ഇനി ഇപ്പുറത്തുനിന്ന് വേണ്ടത് എത്രയാണ്? 3 സെന്റിമീറ്റർ. വീണ്ടും കോമ്പസ് എടുക്കുക, ചെറുതാക്കുക, 3 സെന്റിമീറ്റർ എടുക്കുക, എന്നിട്ട് ഇത് ഇപ്പുറത്ത് കുത്തുക, ഇത് കംപ്ലീറ്റ് ചെയ്യുക. അതായത് എങ്ങനെയാണ്? ഇത് ഇപ്പുറത്ത് കുത്തുക, എന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുക. കേട്ടല്ലോ? അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടും ഒരു സ്ഥലത്ത്. ഇനി എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്കും വരയ്ക്കണം, ഇങ്ങോട്ടേക്കും വരയ്ക്കണം. ഇത് ഉറപ്പായിട്ടും 4 സെന്റിമീറ്റർ ആയിരിക്കും, ഇത് ഉറപ്പായിട്ടും 3 സെന്റിമീറ്റർ ആയിരിക്കും.
ഇപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ. ഇത് മതിയാ നമുക്ക്? പോരാ. പിന്നെ എന്ത് വേണം? നമുക്ക് വേറൊരു സാധനം കൂടി വേണം. എന്താണ്? ഇതിന്റെ അതേ ഏരിയയിലുള്ള വേറൊരു ട്രയാങ്കിൾ. അതെങ്ങനെയാ വരച്ചുകൊണ്ടിരുന്നത്? നമ്മൾ ശ്രദ്ധിച്ചേ. ഇത് ഇവിടെ കൂടി ഇതിന് പാരലായിട്ട് ഇവിടെ കൂടി ഒരു ലൈൻ വരയ്ക്കണം, സമാന്തരമായിട്ട്. എങ്ങനെ വരയ്ക്കണം? ഈ സാധനം എടുക്കണം, ഏത് ലൈനാണോ വരയ്ക്കാനുള്ളത് അവിടെ കൊണ്ടുപോയി ഇത് അങ്ങോട്ട് വയ്ക്കാമല്ലോ. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ പുറകിൽ കൊണ്ടുപോകുന്നത് സ്കെയിൽ അങ്ങോട്ട് വയ്ക്കാമല്ലോ. എന്നിട്ട് ഇതിങ്ങനെ ഉയർത്തി മേളിലേക്ക് കൊണ്ടുപോകണം. കൃത്യം നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയി നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കുക. കഴിഞ്ഞില്ലേ? പരിപാടി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുക? ഇതങ്ങോട്ട് നീട്ടി വളർത്തുക, ഇതിങ്ങോട്ട് നീട്ടി വരയ്ക്കുക. വളർത്തുകയല്ല. ഇനി എന്ത് ചെയ്യുക? നമുക്ക് എവിടെയാണോ വേണ്ടത് അങ്ങോട്ട് വരച്ചാൽ മതി. ഇത് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക, ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഇതാണ് നമുക്ക് വേണ്ട ഈക്വൽ ട്രയാങ്കിൾ. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? ഇത്രേ ഉള്ളൂ. ഇനി ചിലപ്പോൾ അവർ ചോദിക്കും, ഒരു പെർപെൻഡിക്കുലർ ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്, ഒരു മട്ട ത്രികോണമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങളിങ്ങനെ വെറുതെ വല്ലയിടത്തേക്കും വരയ്ക്കുന്നതിന് പകരം നിങ്ങളിങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുമല്ലോ, എന്നിട്ട് പാരലൈൻ വരയ്ക്കുമല്ലോ, എന്നിട്ട് നിങ്ങൾ വരയ്ക്കേണ്ടത് ഇവിടുന്ന് കൃത്യം മേളിലേക്ക് 90 ഡിഗ്രിയിലൊരു വര വരയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇപ്പം നിങ്ങൾ വരച്ചത് എന്താണ്? പെർപെൻഡിക്കുലർ ട്രയാങ്കിൾ, അല്ലെങ്കിൽ റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ, അല്ലെങ്കിൽ മട്ട ത്രികോണം. ഇനി ചിലപ്പോൾ അവരങ്ങനെ പലതും ചോദിക്കും. അതങ്ങോട്ട് വരച്ച് അങ്ങോട്ട് കൊടുത്തേച്ചാൽ മതി. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പം. ഇത്രേ ഉള്ളൂ. ഒറ്റ പാർട്ട് കൂടി ഉണ്ടാവും ഈ വീഡിയോയ്ക്ക്. അതുകൂടി കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ അങ്ങോട്ട് തീർത്തേക്കാം. ഇനി 2 കാര്യങ്ങളെ കൂടി പഠിക്കാനുള്ളൂ. അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ പഠിക്കാം. ഓക്കെ, ബൈ.